ഹിസ്റ്ററി ടിപ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിപിൻ ചന്ദ്രയുടെ മോഡേൺ ഇന്ത്യയുടെ രണ്ടാമത്തെ ചാപ്റ്ററാണ് 18-ാം നൂറ്റാണ്ടിലെ ഇന്ത്യ എന്നുള്ളത്. 18-ാം നൂറ്റാണ്ടിലെ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിലുള്ള ഭരണാധികാരികളെക്കുറിച്ചും അവരുടെ ഭരണരീതികളെക്കുറിച്ചും അക്കാലത്തെ പ്രമുഖ ശക്തികളെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ബംഗാഷ് പഠാന്മാരും റൊഹേലരും. ഫറൂഖ് സിയാറിൻ്റെയും മുഹമ്മദ് ഷായുടെയും ഭരണകാലത്ത് ഫറൂഖാബാദിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ, അതായത് ഇപ്പോഴത്തെ അലിഗഡിനും കാൺപൂരിനും ഇടയിലുള്ള പ്രദേശമാണിത് ഫറൂഖാബാദ്. ഈ ഫറൂഖാബാദിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ അഫ്ഗാൻ പോരാളികളായ മുഹമ്മദ് ഷാ ബംഗാഷ് തൻ്റെ നിയന്ത്രണം സ്ഥാപിച്ചു. ഇപ്പോൾ ഫാറൂഖ് സിയാറിൻ്റെയും മുഹമ്മദ് ഷായുടെയും ഭരണകാലത്ത് ഫറൂഖാബാദിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ, അതായത് ഇപ്പോഴത്തെ അലിഗഡിനും കാൺപൂരിനും ഇടയുള്ള പ്രദേശങ്ങളിൽ അഫ്ഗാൻ പോരാളിയായ മുഹമ്മദ് ഷാ ബംഗാഷ് തൻ്റെ നിയന്ത്രണം സ്ഥാപിച്ചു. അപ്പോൾ അതുപോലെ നാദിർ ഷായുടെ ആക്രമണത്തിന് ശേഷമുള്ള ഭരണസ്തംഭനത്തിൻ്റെ ആ കാലഘട്ടത്തിൽ തെക്ക് ഗംഗയും വടക്ക് കുമാവോൺ കുന്നുകളും അതിരുകളായിക്കൊണ്ട് ഹിമാലയത്തിൻ്റെ താഴ്വാരങ്ങളിൽ റോഹിൽഖണ്ഡ് എന്നറിയപ്പെട്ട ഒരു പ്രത്യേക രാജ്യം അലി മുഹമ്മദ് ഖാൻ പിടിച്ചെടുത്തു. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഫാറൂഖ് സിയാറിൻ്റെയും മുഹമ്മദ് ഷായുടെയും ഭരണകാലത്ത് ഫറൂഖാബാദിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ, അതായത് ഇപ്പോഴത്തെ അലിഗഡിനും കാൺപൂരിനും ഇടയിലുള്ള പ്രദേശത്ത് അഫ്ഗാൻ പോരാളിയായ മുഹമ്മദ് ഷാ ബംഗാഷ് നിയന്ത്രണം സ്ഥാപിച്ചു. മുഹമ്മദ് ഷാ ബംഗാഷ് എവിടെയാണ് നിയന്ത്രണത്തിൽ കൊണ്ടുവന്നത്? ഫറൂഖാബാദിൽ, അതായത് ഇന്നത്തെ അലിഗഡിനും കാൺപൂരിനും ഇടയിലുള്ള പ്രദേശത്ത്. അതേസമയം നാദിർ ഷായുടെ ആക്രമണത്തിന് ശേഷമുള്ള ഭരണസ്തംഭനത്തിൻ്റെ നാളുകളിൽ തെക്ക് ഗംഗയും വടക്ക് കുമാവോൺ കുന്നുകളും അതിരുകളാക്കിക്കൊണ്ട് ഹിമാലയത്തിൻ്റെ താഴ്വാരങ്ങളിൽ റോഹിൽഖണ്ഡ് എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേക രാജ്യം ആരുടെ കയ്യിലായി? അലി മുഹമ്മദ് ഖാൻ്റെ കയ്യിലുമായി. ബുറൈലിയിലെ ആവോലിലായിരുന്ന അതിൻ്റെ തലസ്ഥാനം പിന്നീട് എങ്ങോട്ട് മാറ്റി? റാംപൂരിലേക്ക് മാറ്റി. ആദ്യം ബുറൈലിയിലെ ആവോലിലായിരുന്നു ഏതിൻ്റെ തലസ്ഥാനം ഉണ്ടായിരുന്നത്? റോഹിൽഖണ്ഡിൻ്റെ തലസ്ഥാനം ഉണ്ടായിരുന്നത്. അതായത് അലി മുഹമ്മദ് ഖാൻ്റെ കീഴിലുള്ള റോഹിൽഖണ്ഡിൻ്റെ ആദ്യത്തെ തലസ്ഥാനം ബുറൈലിലെ ആവോനിലായിരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റി? റാംപൂരിലേക്ക് മാറ്റി. റൊഹേലര് അവധുമായും ഡൽഹിയുമായും ജാട്ടുകളുമായിട്ടും നിരന്തരം അവർ യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടേയിരുന്നു. സിഖുകാരെ കുറിച്ച് നോക്കാം. 15-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടുകൂടി ഗുരുനാനാക്ക് സ്ഥാപിച്ച സിഖ് മതം പഞ്ചാബിലെ ജാട്ട് കർഷകരുടെയും മറ്റ് താഴ്ന്ന ജാതിക്കാരുടെയും ഇടയിലേക്ക് പടർന്നു. അപ്പോൾ സിഖുകാരെ സൈനിക യോദ്ധാക്കളുടെ ഒരു സമുദായമാക്കി മാറ്റിയെടുക്കാൻ തുടങ്ങിയത് ഗുരു ഹർഗോവിന്ദ് ആയിരുന്നു. എന്ത് ചെയ്തത്? സിഖുകാരെ സൈനിക യോദ്ധാക്കളുടെ ഒരു സമുദായമാക്കി മാറ്റിയെടുത്തത്, അതിന് ആരംഭം കുറിച്ചത് 1606 മുതൽ 1645 വരെയുള്ള കാലമാണ്. ആരുടെ കാലം? നമ്മുടെ സിഖ് ഗുരുവായിട്ടുള്ള ഹർഗോവിന്ദിൻ്റെ കാലഘട്ടം. അപ്പോൾ സിഖുകാരുടെ 10ാമത്തെയും അവസാനത്തെയുമായിട്ടുള്ള ഗുരുവായിരുന്നു ആര്? ഗോവിന്ദ് സിംഗ്. അദ്ദേഹത്തിൻ്റെ കാലം എന്ന് പറഞ്ഞാൽ 1666 മുതൽ 1708 വരെയുള്ള കാലമാണ്. അപ്പോൾ അവർ ഒരു രാഷ്ട്രീയ സൈനിക ശക്തിയായി മാറിയത് ഈ കാലഘട്ടത്തിലായിരുന്നു. 1699 മുതൽ ഔറംഗസീബിൻ്റെയും പർവ്വതങ്ങളിലെ രാജാക്കന്മാരുടെയും സൈന്യങ്ങളുമായിട്ട് ഗുരു ഗോവിന്ദ് സിംഗ് നിരന്തരമായിട്ട് പോരാടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ പറഞ്ഞത് ഈ 15-ാം നൂറ്റാണ്ട് അവസാനമായപ്പോഴേക്കും ഗുരുനാനാക്ക് സ്ഥാപിച്ച സിഖ് മതം
പഞ്ചാബിലെ ജാട്ട് കർഷകരുടെയും അതുപോലെ താഴ്ന്ന ജനവിഭാഗങ്ങളുടെയും താഴ്ന്ന ജാതിയിൽപ്പെട്ടവരുടെയും ഇടയിലേക്ക് പടർന്നു. ഈ സിഖുകാരെ സൈനിക യോദ്ധാക്കളുടെ ഒരു സമുദായമാക്കി മാറ്റിയെടുക്കാനുള്ള ഒരു ശ്രമം ആദ്യമായി നടത്തിയത് ആരായിരുന്നു? ഗുരു ഹർഗോവിന്ദായിരുന്നു. ഗുരു ഹർഗോവിന്ദായിരുന്നു 1606 മുതൽ 1645 വരെയാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം. അപ്പം 10ാമത്തെയും അവസാനത്തെയുമായിട്ടുള്ള സിഖ് ഗുരുവാണ് ആര്? ഗോബിന്ദ് സിംഗ്. 1666 മുതൽ 1708 വരെയുള്ള കാലത്ത് ഒരു രാഷ്ട്രീയ സൈനിക ശക്തിയായിട്ട് പഞ്ചാബിനെ മാറ്റാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ 1699 മുതൽ ഔറംഗസീബിൻ്റെയും പർവ്വതങ്ങളിലെ രാജാക്കന്മാരുടെയും സൈന്യങ്ങളുമായിട്ട് സിഖ് ഗുരു ഗോബിന്ദ് സിംഗ് നിരന്തരമായിട്ട് പോരാടി. ഈ ഗുരു ഗോബിന്ദ് സിംഗിൻ്റെ മരണശേഷം ഗുരുസ്ഥാനം അവസാനിക്കുന്നുണ്ട്. സിഖുകാരുടെ നേതൃസ്ഥാനം അദ്ദേഹത്തിൻ്റെ വിശ്വസ്ത ശിഷ്യനായിട്ടുള്ള ബന്ദാ സിംഗിലേക്ക്, അതായത് ബന്ദാ ബഹദൂർ എന്ന സിംഗിലേക്ക് മാറി. ഡൽഹി മുതൽ ലാഹോർ വരെ പഞ്ചാബിലെ താഴ്ന്ന ജാതിക്കാരുടെയും കർഷകരുടെയും ബന്ദാ സംഘടിപ്പിക്കുകയും 8 വർഷത്തോളം മുഗൾ സൈന്യത്തിനെതിരായി തുല്യമല്ലാത്തതല്ലെങ്കിലും ഊർജ്ജസ്വലമായ രീതിയിൽ പോരാട്ടം നടത്തുകയും ചെയ്തു. അപ്പോൾ ഡൽഹി മുതൽ ലാഹോർ വരെ പഞ്ചാബിലുള്ള താഴ്ന്ന ജാതിക്കാരെയും കർഷകരെയും ബന്ദാ ബഹദൂർ സംഘടിപ്പിക്കുകയും 8 വർഷത്തോളം മുഗൾ സൈന്യത്തിനെതിരായിട്ട് ശക്തമായിട്ട് അവർ പോരാട്ടം നടത്തുകയും ചെയ്തു. അപ്പോൾ 1715 അദ്ദേഹം പിടികൂടുകയും കൊല്ലുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ പരാജയത്തിൻ്റെ പല കാരണങ്ങളും ഉണ്ടായിരുന്നു. മുഗൾ കേന്ദ്രം അപ്പോഴും ശക്തമായിരുന്നു. താഴ്ന്ന ജാതിക്കാരെയും ഗ്രാമീണ ദരിദ്രരെയും യോജിപ്പിച്ച് അവർക്കു വേണ്ടി വാദിച്ചതുകൊണ്ട് പഞ്ചാബിലെ ഉയർന്ന ജാതിക്കാരായ വർഗങ്ങൾ അദ്ദേഹത്തിനെതിരെ സംഘടിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മതതീവ്രവാദം കൊണ്ട് മുഗളർക്കെതിരായ എല്ലാ ശക്തികളെയും അദ്ദേഹത്തിന് യോജിപ്പിച്ച് നിർത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ അദ്ദേഹം തകരാനുണ്ടായ പ്രധാന കാരണം 1, മുഗളർ അന്ന് ശക്തരായിരുന്നു. 2, താഴ്ന്ന ജാതിക്കാരെയും ഗ്രാമീണ ജനതയെയും ബന്ദാ ബഹദൂർ സംഘടിപ്പിച്ചതുകൊണ്ട് ഉയർന്ന ജാതിക്കാരുടെ ശക്തമായ എതിർപ്പും അദ്ദേഹത്തിനുണ്ടായിരുന്നു. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മത തീവ്രവാദം മുഗളർക്കെതിരായിട്ട് എല്ലാവരെയും സംഘടിപ്പിക്കാനുള്ള അവസരം ഇല്ലാതെയാക്കി. നാദിർ ഷായുടെയും അഹമ്മദ് ഷാ അബ്ദാലിയുടെയും ആക്രമണങ്ങളും അതിനെ പിന്തുടർന്ന പഞ്ചാബ് ഭരണത്തിൻ്റെ അനിശ്ചിതത്വവും സിഖുകാർക്ക് ഉയർന്നു വരാൻ ഒരവസരം കൂടി നൽകിയിട്ടുണ്ട്. അപ്പോൾ ആക്രമണ സൈന്യത്തിൻ്റെ മുന്നേറ്റത്തിൻ്റെ വെളിച്ചത്തിൽ അവർ എല്ലാവരെയും കൊള്ളയടിക്കുകയും സമ്പത്തും സൈനിക ശക്തിയും നേടിയെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാദിർ ഷായുടെയും അഹമ്മദ് ഷാ അബ്ദാലിയുടെയും ആക്രമണങ്ങളും അതിനെ പിന്തുടർന്ന് വന്ന പഞ്ചാബ് ഭരണത്തിൻ്റെ അനിശ്ചിതത്വവും സിഖുകാർക്ക് ഉയർന്നു വരാനുള്ള ഒരു അവസരം നൽകുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആക്രമണ സൈന്യത്തിൻ്റെ മുന്നേറ്റത്തിൻ്റെ വെളിച്ചത്തിൽ അവർ എല്ലാവരെയും കൊള്ളയടിക്കുകയും സമ്പത്തും സൈനിക ശക്തിയും അവർ നേടിയെടുക്കുകയും ചെയ്തു. പഞ്ചാബിൽ നിന്ന് അഹമ്മദ് ഷാ അബ്ദാലി പിൻവലിഞ്ഞതോടുകൂടി അവർ ഒരു രാഷ്ട്രീയ ശൂന്യത അവർ നികത്തി. 1765-നും 1800-നും ഇടയ്ക്ക് പഞ്ചാബും ജമ്മുവും അവർ തങ്ങളുടെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ പഞ്ചാബിലെ പല ഭാഗങ്ങളിൽ പ്രവർത്തനനിരതമായിരുന്ന 12 സംഘങ്ങളായി സിഖുകാർ സംഘടിച്ചു. മിസലുകൾ തമ്മിൽ പൂർണ്ണ യോജിപ്പില്ലായിരുന്നു. മിസലിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിലും അതിൻ്റെ മുഖ്യനെയും മറ്റു ഭാരവാഹികളെയും തിരഞ്ഞെടുക്കുന്നതിലും അംഗങ്ങൾ എല്ലാവർക്കും തുല്യ പ്രാധാന്യമായിരുന്നു നൽകിയിരുന്നത്. അപ്പോൾ ക്രമേണ ഈ ജനാധിപത്യ സമത്വ രീതികൾ അപ്രത്യക്ഷമാവുകയും ശക്തമായ ജന്മിമുഖ്യന്മാരും ജമീന്ദാർമാരും അവരുടെ മേൽ ആധിപത്യം പുലർത്തുകയും ചെയ്തു. ഖൽസാ മുഖ്യന്മാർ നിരന്തരം തമ്മിൽ വഴക്കടിക്കുകയും സ്വയം സ്വതന്ത്ര മുഖ്യന്മാരായി സ്ഥാപിക്കുകയും ചെയ്തതോടെ
ഖൽസയുടെ സാഹോദര്യത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ആത്മാവ് നഷ്ടപ്പെടുകയാണ് ഉണ്ടായത്. അപ്പോൾ ഈ ഒരു പാരഗ്രാഫിൽ പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നാദർ ഷായുടെയും അഹമ്മദ് ഷാ അബ്ദാലിയുടെയും ആക്രമണങ്ങളും അതിനുശേഷം എന്തുണ്ടായി, പഞ്ചാബിലുണ്ടായിരുന്ന ഭരണത്തിൻ്റെ അനിശ്ചിതത്വമൊക്കെ ആരെ സഹായിച്ചു? സിഖുകാരെ സഹായിച്ചു. ഇവരെന്ത് ചെയ്തു? ആക്രമണങ്ങൾ ഏറ്റുകൊണ്ടിരിക്കുന്ന പ്രദേശത്ത് അവരെല്ലാവരെയും കൊള്ളയടിക്കുകയും സമ്പത്തും സൈനിക ശക്തിയും ഒക്കെ നേടിയെടുക്കാനും തുടങ്ങി. മാത്രമല്ല പഞ്ചാബിൽ നിന്ന് ആര് പിൻവാങ്ങി? അഹമ്മദ് ഷാ അബ്ദാലി പിൻവാങ്ങി. അപ്പോൾ ആ ഒരു രാഷ്ട്രീയ ശൂന്യത ആര് നികത്തി? സിഖുകാർ നികത്തി. അങ്ങനെ 1765-നും 800-നും ഇടയിൽ പഞ്ചാബും ജമ്മുവും അവരുടെ നിയന്ത്രണത്തിലേക്ക് അവർ കൊണ്ടുവന്നു. അപ്പോൾ പ്രവിശ്യയുടെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തന നിരതമായിരുന്ന 12 മിസലുകളായിട്ട് 12 സംഘങ്ങളായിട്ട് ആര് സംഘടിച്ചു? സിഖുകാർ സംഘടിച്ചു. 12 മിസലുകൾ എന്ന പേരിലാണ് അവരുടെ സംഘങ്ങളെ അറിയപ്പെട്ടത്. ഈ മിസലുകൾ തമ്മിൽ പൂർണ്ണ യോജിപ്പിലാണ് ഉണ്ടായിരുന്നത്. അപ്പം മിസലിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിലും അതിൻ്റെ മുഖ്യനെയും മറ്റു ഭാരവാഹികളിലും തിരഞ്ഞെടുക്കുന്നതിലും അംഗങ്ങളെല്ലാവരും തുല്യ പ്രാധാന്യമുള്ളവരാണ്. കാരണം എല്ലാവർക്കും മിസലുകളിലെ മുഖ്യനെ തിരഞ്ഞെടുക്കാം, മിസലുകളിലെ അംഗമായി മിസലുകളിലെ മുഖ്യനായി മാറാം. അതിന് ഒരു തുല്യ പ്രാധാന്യമായിരുന്നു ഉണ്ടായിരുന്നത്. ക്രമേണ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ജനാധിപത്യ രീതികളൊക്കെ ഇല്ലാതാവുകയും അക്കാലത്തെ ജന്മി മുഖ്യന്മാരും ജമീന്ദാർമാരും അവരുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്തു. മുഖ്യന്മാർ നിരന്തരം വഴക്കിടുകയും സ്വയം സ്വതന്ത്ര മുഖ്യന്മാരായി സ്ഥാപിക്കുകയും ചെയ്തതോടുകൂടി ഖൽസയുടെ സാഹോദര്യത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ആത്മാവ് നഷ്ടപ്പെടാൻ തുടങ്ങി. ഇനി നമുക്ക് പഞ്ചാബിൽ രഞ്ജിത് സിംഗിൻ്റെ കീഴിൽ എന്തായിരുന്നു സ്ഥിതിഗതികൾ എന്ന് നോക്കാം. 18-ാം നൂറ്റാണ്ടിൻ്റെ ഒടുവിൽ സുഗർ ചക്കിയ മിസലിൻ്റെ തലവനായ രഞ്ജിത് സിംഗ് പ്രബലനായി. അപ്പോൾ നമ്മൾ പറഞ്ഞു 12 മിസലുകളുണ്ടായിരുന്നു സിഖുകാർക്ക്, അതായത് സംഘങ്ങളുണ്ടായിരുന്നു. പ്രവിശ്യയുടെ വിവിധ ഭാഗങ്ങളിൽ 12ഓളം മിസലുകളുണ്ടായിരുന്നു പറഞ്ഞു അല്ലേ. ഇതിൽ സുഗർ ചക്കിയ എന്ന് പറഞ്ഞ മിസലിൻ്റെ തലവനായിട്ടുള്ള രഞ്ജിത് സിംഗ് പ്രബലനായിട്ട് മാറി. അപ്പം ശക്തനും ധീരനുമായിട്ടുള്ള യോദ്ധാവും കാര്യശേഷിയുള്ള ഭരണാധികാരിയും വിദഗ്ധനായ നയതന്ത്രജ്ഞനുമായിട്ടുള്ള അദ്ദേഹം ജന്മനാ നേതൃശേഷിയുള്ള ആളും കൂടി ആയിരുന്നു. അദ്ദേഹം 1799 ലാഹോറും 1802 അമൃത്സറും പിടിച്ചടക്കി. ഏതെല്ലാം പ്രദേശങ്ങളാണ് രഞ്ജിത് സിംഗ് പിടിച്ചടക്കിയത്? 1799 ലാഹോർ പിടിച്ചടക്കി, 1802 അമൃത്സറും പിടിച്ചടക്കി. താമസിയാതെ അദ്ദേഹം സത്ലജിന് പടിഞ്ഞാറുള്ള എല്ലാ മുഖ്യന്മാരെയും തൻ്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരികയും പഞ്ചാബിൽ അദ്ദേഹം ഒരു രാജ്യം സ്ഥാപിക്കുകയും ചെയ്തു. അപ്പം നമ്മൾ എന്താ പറഞ്ഞത്? പഞ്ചാബിൽ രഞ്ജിത് സിംഗ്, സുഗർ ചക്കിയ മിസലിൻ്റെ തലവനായ രഞ്ജിത് സിംഗ് പ്രബലനായി മാറി. ശക്തനും ധീരനുമായിട്ടുള്ള അദ്ദേഹം 1799 ലാഹോറും 1802 അമൃത്സറും പിടിച്ചടക്കി. അങ്ങനെ സത്ലജിന് പടിഞ്ഞാറുള്ള എല്ലാ സിഖ് മുഖ്യന്മാരെയും ആരുടെ കീഴിൽ കൊണ്ടുവന്നു? അദ്ദേഹത്തിൻ്റെ കീഴിൽ കൊണ്ടുവന്നിട്ട് പഞ്ചാബിൽ അദ്ദേഹം ഒരു രാജ്യം സ്ഥാപിക്കുകയും ചെയ്തു. പിന്നീട് അദ്ദേഹം കാശ്മീരും പെഷവാറും മുൾട്ടാനും കീഴടക്കി. പഴയ സിഖ് മുഖ്യന്മാർ വലിയ ജമീന്ദാർമാരും ജാഗിദാർമാരുമായി മാറി. നേരത്തെ മുഗളർ നടപ്പിലാക്കിയ ഭൂനികുതി സമ്പ്രദായത്തിൽ അദ്ദേഹം മാറ്റങ്ങളൊന്നും വരുത്തിയിരുന്നില്ല. മൊത്തം ഉൽപാദനത്തിൻ്റെ ശതമാനം അടിസ്ഥാനമാക്കിയാണ് ഭൂനികുതി തുക കണക്കാക്കിയിരുന്നത്. അപ്പോൾ പഴയ സിഖ് മുഖ്യന്മാർ വലിയ ജമീന്ദാർമാരും ജാഗിദാർമാരുമായിട്ട് മാറി. അപ്പം നേരത്തെ മുഗളർ നടപ്പിലാക്കിയിരുന്ന ഭൂനികുതി സമ്പ്രദായത്തിൽ എന്ത് ചെയ്തില്ല? അദ്ദേഹം മാറ്റങ്ങളൊന്നും വരുത്തിയില്ല. മൊത്തം ഉൽപാദനത്തിൻ്റെ എത്ര ശതമാനം? 50% അടിസ്ഥാനമാക്കിയിട്ടായിരുന്നു ഭൂനികുതി കണക്കാക്കിയിരുന്നത്. അപ്പോൾ തൻ്റെ മന്ത്രിമാരെയും ഉദ്യോഗസ്ഥന്മാരെയും തിരഞ്ഞെടുക്കുന്നതിന് രഞ്ജിത് സിംഗിന് വലിയ കഴിവുണ്ടായിരുന്നു. കഴിവുറ്റ ആളുകൾ മാത്രം ഉൾക്കൊള്ളുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ രാജസദസ്സ് എന്ന് പറഞ്ഞാൽ.
മതകാര്യങ്ങളിൽ സഹിഷ്ണുതയുള്ളവരും ഉദാഹരണമായിരുന്നു അദ്ദേഹം. സിഖുകാരെ മാത്രമല്ല മുസ്ലിങ്ങളും ഹൈന്ദവരുമായ സന്യാസിമാരെയും അദ്ദേഹം സംരക്ഷിച്ചിരുന്നു. ഭക്തനായ ഒരു സിഖുകാരനായിരിക്കെ അദ്ദേഹം ഭിക്ഷ തണ്ടി നടക്കുന്ന മുസ്ലിം സന്യാസിമാരുടെ പാദങ്ങളിൽ പൊടി തൻ്റെ നീണ്ട നരച്ച താടി കൊണ്ട് തൂത്തുകളയാൻ സിംഹാസനത്തിൻ്റെ പടികളിറങ്ങുമായിരുന്നെന്ന് അറിയപ്പെട്ടിരുന്നു. അത്രത്തോളം ലാളിത്യത്തിൻ്റെ പ്രതീകമായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഭിക്ഷ തണ്ടി നടക്കുന്ന മുസ്ലിം സന്യാസിമാരുടെ പാദങ്ങളിലെ പൊടി തട്ടിക്കളയാൻ വേണ്ടിയിട്ട് അദ്ദേഹം സിംഹാസനത്തിൻ്റെ പടിയിറങ്ങി വരാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രമുഖ മന്ത്രിമാരും സൈന്യാധിപന്മാരും മുസ്ലിങ്ങളും ഹിന്ദുക്കളുമായിരുന്നു. ഏറ്റവും പ്രമുഖനും വിശ്വസ്തനുമായ മന്ത്രി ദിവാൻ ദീനാനാഥ് ആയിരുന്നു. വാസ്തവത്തിൽ രഞ്ജിത് സിംഗ് ഭരിച്ച പഞ്ചാബ് ഒരർത്ഥത്തിലും ഒരു സിഖ് രാജ്യമായിരുന്നില്ല. സിഖുകാരുടെ മാത്രം നേട്ടത്തിനായി രാഷ്ട്രീയ ശക്തി ഉപയോഗപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അതേസമയം സിഖ് കർഷകരെ ഹിന്ദു മുസ്ലിം കർഷകരെ പോലെ തന്നെ ഞെരിച്ചിരുന്നു. യഥാർത്ഥത്തിൽ രഞ്ജിത് സിംഗിൻ്റെ കീഴിൽ ഒരു രാജ്യമെന്ന നിലയിൽ പഞ്ചാബിൻ്റെ ഘടന 18-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിലെ മറ്റു രാജ്യങ്ങളിലെ ഘടന പോലെ തന്നെ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞത് അത് മന്ത്രിമാരെയും ഉദ്യോഗസ്ഥന്മാരെയും തിരഞ്ഞെടുക്കുന്നതിൽ രഞ്ജിത് സിംഗ് മതം ഒരു പരിഗണനയായിരുന്നില്ല. എല്ലാ മതക്കാരെയും അദ്ദേഹം തൻ്റെ ഉദ്യോഗങ്ങളിൽ നിയമിച്ചു. നല്ല കഴിവുറ്റ ഉദ്യോഗസ്ഥർ മാത്രം അടങ്ങുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ രാജസദസ്സ്. അദ്ദേഹത്തിൻ്റെ പ്രമുഖ സൈന്യാധിപന്മാരും മുസ്ലിങ്ങളും ഹിന്ദുക്കളും അടങ്ങിയവരുണ്ടായിരുന്നു. സിഖുകാർ മാത്രമായിരുന്നില്ല അദ്ദേഹം ചൂസ് ചെയ്തിരുന്നത്. സിഖുകാരുടെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ആയിരുന്നില്ല പഞ്ചാബിലെ സിഖ് ഭരണം നിലനിന്നിട്ടായിരുന്നത്, മറിച്ച് എല്ലാവരുടെയും രാഷ്ട്രീയ നേട്ടം അവരുടെ ഉദ്ദേശമായിരുന്നു. എന്നാൽ ഒരേ സമയം സിഖുകാരും ഹിന്ദുക്കളും മുസ്ലിങ്ങളുമായ കർഷകർ അദ്ദേഹത്തിൻ്റെ ഭരണത്തിന് കീഴിൽ ഞെരിഞ്ഞമർന്നിരുന്നു. അതായത് എല്ലാവർക്കും ഒരുപോലെയുള്ള നികുതി തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. സത്ലജ് മുറിച്ചു കടക്കുന്നതിൽ നിന്ന് 1809 ബ്രിട്ടീഷുകാർ രഞ്ജിത് സിംഗിനെ വിലക്കുകയും നദിക്ക് കിഴക്കുള്ള രാജ്യങ്ങൾ തങ്ങളുടെ അധീശതയിലാക്കുകയും ചെയ്തപ്പോൾ തൻ്റെ ശക്തി ബ്രിട്ടീഷുകാരുടേതുമായി കിടപിടിക്കുന്നതല്ലെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം ശാന്തനായി കഴിഞ്ഞു. ഈ രീതിയിൽ നയതന്ത്രപരമായിട്ടുള്ള തൻ്റെ രാജ്യത്തെ ഇംഗ്ലീഷ് അതിക്രമത്തിൽ നിന്ന് അദ്ദേഹം കാത്തുസൂക്ഷിച്ചു. എന്നാൽ അദ്ദേഹം വിദേശ ഭീഷണി മാറ്റിക്കളഞ്ഞില്ല. അത് തൻ്റെ പിൻഗാമികൾക്ക് വേണ്ടി മാറ്റിവെച്ചു. അദ്ദേഹത്തിൻ്റെ മരണശേഷം രാജ്യം അധികാരത്തിന് ആഭ്യന്തര പോരാട്ടങ്ങളിൽ മുഴുകിയപ്പോൾ ഇംഗ്ലീഷുകാർ ഇവിടേക്ക് കടന്നു വരികയും അവരെ കീഴടക്കുകയും ചെയ്തു. അപ്പോൾ സത്ലജ് മുറിച്ചു കടക്കുന്നതിൽ നിന്ന് 1809 ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ വിലക്കി. നദിക്ക് കിഴക്കുള്ള രാജ്യങ്ങൾ തങ്ങളുടെ അധീനതയിലാക്കി ബ്രിട്ടീഷുകാർ. അപ്പോൾ ഈ ഒരു സമയത്ത് ബ്രിട്ടീഷുകാരോട് ചെറുത്ത് നിന്നാൽ ഞാൻ ജയിക്കില്ല എന്ന് മനസ്സിലായി അദ്ദേഹം ശാന്തനായി നിന്നു. നയതന്ത്രപരമായ രീതിയിലൂടെ അദ്ദേഹം തൻ്റെ രാജ്യത്തെ സംരക്ഷിച്ചു. പക്ഷേ അദ്ദേഹത്തിൻ്റെ പിൻഗാമികൾ ബ്രിട്ടീഷുകാരുടെ ഈ ചെറുത്തുനിൽപ്പിനെ അതിജീവിക്കേണ്ടി വന്നു. അതായത് അതിനുശേഷം രാജ്യത്ത് ആഭ്യന്തര സംഘർഷങ്ങൾ വർദ്ധിച്ചപ്പോൾ ഇംഗ്ലീഷുകാർ കടന്നു വരികയും ആ പ്രദേശത്തെ പഞ്ചാബിനെ അവരുടെ കൈകളിലേക്ക് ആ പ്രദേശത്തെ കീഴടക്കുകയും ചെയ്തു. ഇനി നമുക്ക് പറയാനുള്ളത് മറാത്തികളുടെ ഉദയത്തെക്കുറിച്ചും അസ്തമയത്തെക്കുറിച്ചുമാണ്. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. ഓക്കെ, താങ്ക് യു.